അരിയൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജികൾ തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. വിവരങ്ങൾ നൽകാൻ SS ശരൺ ചേരുന്നു. ശരൺ, ഏത് സാഹചര്യത്തിലാണ് കോടതി നടപടി? ഇരുവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നത്. രേഷ്മ, 2012 ഫെബ്രുവരി 20-നാണ് MSF പ്രാദേശിക നേതാവായിരുന്ന അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ, കല്യാശ്ശേരി MLA ആയിരുന്ന ടി വി രാജേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊലപാതകം എന്നുള്ളതായിരുന്നു പോലീസ് കേസ്. പിന്നീട് CBI കേസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം ഇരുവരെയും, അതായത് പി ജയരാജനെയും ടി വി രാജേഷിനെയും ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പ്രതി ചേർക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. വൈകാതെ തന്നെ CBI കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കും. ഇതിനിടയിൽ കൂടിയാണ് ഇരുവരും വിടുതൽ ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കാര്യമാണ്. അതായത് കൊലപാതകം നടക്കുന്ന സമയത്ത് തങ്ങൾ രണ്ടുപേരും ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഉണ്ടായിരുന്നത്, ചികിത്സയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിലോ കൊലപാതകത്തിലോ പങ്കില്ല എന്നുള്ളതാണ്. നേരത്തെ വിടുതൽ ഹർജിയിൽ അരിയൽ ഷുക്കൂറിന്റെ അമ്മ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഒരു രീതിയിലും വിടുതൽ ഹർജി അംഗീകരിക്കരുത് എന്നുള്ള നിലപാട് എടുത്തിരുന്നതാണ്. അതായത് ഇരുവർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട്, കേസിൽ പങ്കുണ്ടെന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷനും കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജി CBI കോടതി തള്ളിയിരിക്കുന്നത്. സുനിൽ ഐസക് കൂടി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുനിൽ, ഇപ്പോൾ ഈ ടി വി രാജേഷിനും പി ജയരാജനും വലിയ തിരിച്ചടിയാണല്ലേ? തീർച്ചയായും വ്യക്തിപരമായും രാഷ്ട്രീയമായും പി ജയരാജനെയും ടി വി രാജേഷിനെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് CBI കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി. 2012 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് കണ്ണുപുരം വള്ളുവൻ കടവിൽ വെച്ച് അരിയൽ ഷുക്കൂർ എന്ന 24-കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. MSFന്റെ പ്രാദേശിക നേതാവായിരുന്നു അരിയൽ ഷുക്കൂർ. ഇവിടെ ഈ പ്രദേശത്ത്, അരിയൽ പ്രദേശത്ത് CPM-ഉം ലീഗും തമ്മിൽ അവിടെ നിരന്തരമായി ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ചില രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ഥലം സന്ദർശിക്കാനായാണ് ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി പി ജയരാജനും ഒപ്പം ടി വി രാജേഷും അന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വാഹനത്തിൽ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ വാഹനത്തിന് നേരെ അന്ന് അക്രമം ഉണ്ടാവുന്നു. മാത്രമല്ല, ഈ വാഹനം അടിച്ചു തകർത്തു ഒരു സംഘം. പി ജയരാജൻ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ തിരിച്ചടി എന്ന വണ്ണമാണ് ഷുക്കൂറിനെ ക്രൂരമായി കൊല ചെയ്തത് എന്നാണ് ഈ കേസിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ അല്ലെങ്കിൽ CBIയുടെ ഒരു വാദം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും CBI കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ടാണ്, അതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഇരുവരുടെയും വിടുതൽ ഹർജി CBI കോടതി തള്ളിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ അക്രമത്തിൽ അന്ന് പി ജയരാജനും ടി വി രാജേഷിനും നിസ്സാരമായ പരിക്ക് പറ്റിയിരുന്നു. ഇതേ തുടർന്ന് ഇരുവരെയും തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ 123-ാം നമ്പർ മുറിയിലാണ് അന്ന് ടി വി രാജേഷിനെയും പി ജയരാജനെയും പ്രവേശിപ്പിച്ചിരുന്നത്. ആ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ അരിയൽ ഷുക്കൂർ കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഷുക്കൂറിനെ കൊല ചെയ്യുമെന്ന വിവരം പി ജയരാജനും ടി വി രാജേഷിനും അറിയാമായിരുന്നു. എന്നിട്ടും അവർ പോലീസിൽ വിവരം അറിയിച്ചില്ല. മാത്രമല്ല, ഈ കുറ്റകൃത്യം തടയാൻ ശ്രമിച്ചില്ല എന്നതാണ് ഇരുവർക്കുമെതിരായി ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം. മാത്രമല്ല, ഈ ഏതാണ്ട് 1.5 മണിക്കൂർ നേരത്തോളം ഷുക്കൂറിനെ ഈ വള്ളുവൻ കടവിൽ തടഞ്ഞു വെക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെയും പിന്നീട് വന്ന CBIയുടെയും കണ്ടെത്തൽ. അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ 18 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. ആ 18 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 18 പേരിൽ ഒരാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു. പിന്നീട് രണ്ടാമത് നൽകിയ കുറ്റപത്രത്തിലാണ് പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ള ആളുകളെ ഗൂഢാലോചന കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് അവർക്ക് പേരിൽ ഈ കുറ്റം ചുമത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിറ്റേ വർഷം ആഗസ്റ്റ് മാസം 1-ാം തീയതി പി ജയരാജനെ അന്നത്തെ കണ്ണൂർ DYSP ആയിരുന്ന സുകുമാരൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം ടി വി രാജേഷ് കണ്ണൂർ കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം ഈ കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ അടക്കം പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ള ആളുകൾ സമീപിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ ഹർജികൾ, അല്ലെങ്കിൽ ഇവരുടെ വിടുതൽ ഹർജികൾ അന്ന് ജില്ലാ സെഷൻസ് കോടതി അടക്കം തള്ളുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിലാണ് ഈ കേസിന്റെ വിചാരണ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണം അല്ലെങ്കിൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി വി രാജേഷും ഒപ്പം പി ജയരാജനും ഈ കേസിൽ CBI കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും വിടുതൽ ഹർജി ഇപ്പോൾ CBI
കോടതി തള്ളിയിരിക്കുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും ഒപ്പം CPM-ന്റെയും വാദത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി CBI കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ വിധി. രേഷ്മ. സുനിൽ, ഇതിപ്പോൾ ഇനി പാർട്ടി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ചോദ്യം. കോടതി നടപടി ഇങ്ങനെയായ സാഹചര്യത്തിൽ ഈ കേസിലെ 32-33 പ്രതികളാണ് പി ജയരാജനും ടി വി രാജേഷും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുവർക്കുമെതിരായി ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കേസ് അന്വേഷിച്ച പോലീസും പിന്നീട് CBI കേസ് ഏറ്റെടുക്കുമ്പോൾ CBI-യും ചുമത്തിയിരുന്നത്. അതിൽ നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേസിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്നൊരു നിലപാടാണ് അന്ന് ടി വി രാജേഷും പി ജയരാജനും ഒപ്പം CPM-ഉം സ്വീകരിച്ചത്. എന്നാൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 18 പേർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും CPM-മായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു.